നമുക്ക് ഇന്ന് 5-ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള ജീവനം സുന്ദരം എന്ന് പറയുന്ന പാഠം പഠിക്കാം. അപ്പോ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് സുന്ദര പ്രകൃതി. അപ്പോൾ നമ്മളെ യൂണിറ്റിനെ സംസ്കൃതത്തിൽ എന്താ പറയുന്നത്? ഏകകം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഏകകത്തിന്റെ പേരാണ് സുന്ദര പ്രകൃതി. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ പ്രകൃതി സുന്ദരമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നമുക്കൊരു ആമുഖം കൊടുത്തിരിക്കുന്നു. അതെന്താന്ന് നോക്കാം. സർവചരാചരാണാം ആവാസസ്ഥാനം ഭവതി പ്രകൃതി. സർവചരാചരാണാം എല്ലാ ജീവജാലങ്ങളുടെയും ആവാസസ്ഥാനം, താമസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും താമസിക്കുന്ന സ്ഥലമാണ് പ്രകൃതി എന്ന് പറയുന്നത്. പിന്നോ സ പ്രകൃതി അതീവ സുന്ദരി. അങ്ങനെയുള്ള പ്രകൃതി വളരെ സുന്ദരിയാണ്. യസ്യാഹ സൗന്ദര്യം വിഭവസമൃദ്ധിശ്ച സംരക്ഷണീയം പരിപാലനീയശ്ച. അതിൻ്റെ സൗന്ദര്യവും വിഭവസമൃദ്ധിയുമൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പ്രകൃതി സംരക്ഷിക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് പ്രകൃതി സംരക്ഷിക്കേണ്ടത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അസ്മിൻ ഏകകേ ജീവനം മനോഹരം അവധാതേന കർത്തവ്യം വർഷാചിത്രം ഇതി ത്രയഃ പാഠാഃ സമയോചിതാഃ. ഈ യൂണിറ്റില് ജീവനം മനോഹരം എന്ന ഒരു പാഠവും പിന്നോ അവധാതേന കർത്തവ്യം എന്നൊരു പാഠവും വർഷാചിത്രം ഇങ്ങനെ 3 ത്രയഃ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 പാഠമാണ് ഇതില് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജീവനം മനോഹരം എന്ന് പറയുന്ന ഒന്നാമത്തെ പാഠമാണ്. ഇവിടെ ഒന്നാമത്തെ പാഠത്തിന്റെ പേരാണ് ജീവനം മനോഹരം. ജീവനം എന്ന് പറഞ്ഞാല് ജീവിതം. ജീവിതം മനോഹരമാണ്. നമുക്കൊരു ആമുഖം തന്നിരിക്കുന്നു, നോക്കാം. പ്രകൃതി ജീവദായിനി ആനന്ദദായിനി ച ഭവതി. പ്രകൃതി ജീവദായിനിയാണ്, ജീവൻ തരുന്നതും. ആനന്ദദായിനി, ആനന്ദം എന്ന് പറഞ്ഞാല് സന്തോഷം, സന്തോഷത്തെ തരുന്നതുമാണ്. തത്ര വൃക്ഷലതാദയഃ പക്ഷിമൃഗാദയശ്ച പരസ്പര സ്നേഹേന ജീവന്തി. തത്ര അവിടെ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളുമൊക്കെ പരസ്പര സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത്. ഏതദേവ ജീവനം പ്രകൃതേഹ സൗന്ദര്യം ഭവതി. ഇത്തരത്തിലുള്ള ജീവിതമാണ് പ്രകൃതിയുടെ സൗന്ദര്യവും. എത്തരത്തിലുള്ള പരസ്പര സ്നേഹത്തോടെയുള്ള ജീവിതവുമാണ് ഈ പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഏതാദൃശ്യം പ്രകൃതി സൗന്ദര്യ വർണ്ണനാത്മികം ഏകം കവിതാം പഠാമഹ. അത്തരത്തില് പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു കവിത നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് കവിത നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണം. ഇങ്ങനെ എടുത്താൽ മതിയോ അത് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയിട്ട് എടുക്കണോ നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റിലൂടെ. അപ്പോൾ നമുക്ക് കവിത നോക്കാം. ഈ കവിത ഒരു കുട്ടി ആ കുട്ടിയുടെ കൂട്ടുകാരിയോട് പറയുന്നതാണ്. സ്വന്തം വീടിനെ കുറിച്ചും വീട്ടിലെ ആളുകളെയൊക്കെ കുറിച്ചും അവളുടെ സ്വന്തം കൂട്ടുകാരിയോട് പറയുന്നതാണ് ഈ കവിത. നമുക്ക് നോക്കാം. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേദം മമ നിലയം മാതാ താതാ സോദരയുഗളം പഞ്ചജനായിഹ നിവസോ. നമ്മൾ പറഞ്ഞില്ലേ ഒരു കുട്ടി അവളുടെ കൂട്ടുകാരിയോട് പറയുന്നതാണ്. അപ്പോൾ അവള് പറയാണ്, നോക്കൂ മൃദുലേ. മൃദുല ആരാണ്? കൂട്ടുകാരിയാണ്. ഓക്കെ. പശ്യതു എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ. നോക്കൂ മൃദുലേ മമ നിലയം, എൻ്റെ നിലയം. നിലയം എന്ന് പറഞ്ഞാല് വീട്. സുന്ദരമേതം മമ നിലയം, സുന്ദരമായിട്ടുള്ള എൻ്റെ വീട്. മാതാ താതാ സോദരയുഗളം, അമ്മ താതാ, മാതാ അമ്മ, താതാ അച്ഛൻ, സോദരയുഗളം 2 സഹോദരന്മാരുണ്ട്. പിന്നോ പഞ്ചജനായിഹ നിവസന്തി. 5 ജനം എന്നുവെച്ചാൽ 5 ആളുകള് ഇവിടെ താമസിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? മാതാ, പിതാ,
സോദരന്മാര് 2 പേര്, പിന്നെ ഈ കുട്ടി. അങ്ങനെ 5 പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അടുത്ത സ്റ്റാൻസ് നോക്കാം. പശ്യതു മാമകമുദ്യാനം വിവിധസുമാന്യവിവിലസന്തി അശോകചെമ്പകമന്ദാരാണം ലസന്തി നൂതനകുസുമാനി. പശ്യതു നോക്കൂ, മാമകമുദ്യാനം എൻ്റെ ഉദ്യാനം നോക്കൂ, പൂന്തോട്ടം നോക്കൂ. വിവിധ സുമന്യവിവിലസന്തി വിവിധങ്ങളായിട്ടുള്ള സുമം എന്താണ്? പൂവ്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള പൂക്കള് അവിടെ വിരിയുന്നുണ്ട്. പിന്നോ അശോക ചെമ്പക മന്ദാരാണം, അശോകത്തിന്റെയും ചെമ്പകത്തിന്റെയും മന്ദാരത്തിന്റെയും ഒക്കെ ലസന്തി നൂതന കുസുമാനി. നൂതനം പുതിയ, കുസുമം എന്ന് പറഞ്ഞാലും പൂവ്. അപ്പൊ പുതിയ പൂക്കള് വിരിയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അശോകത്തിന്റെയും ചെമ്പകത്തിന്റെയും മന്ദാരത്തിന്റെയൊക്കെ പുതിയ പുതിയ പൂക്കള് വിരിയുന്നു. ഇവിടെ പൂവിന് നമ്മൾ 2 വാക്കാണ് പഠിച്ചത്. ഒന്ന് കുസുമം, ഒന്ന് സുമം. ഈ 2 വാക്കിന്റെ അർത്ഥം എന്താണ്? പൂവെന്ന് തന്നെയാണ്. നമുക്ക് അടുത്ത സ്റ്റാൻസ് നോക്കാം. മധുരം ഗായതി പികപോത രുചിരം നൃത്യതി കേകിഗണ കാകഹംസ കീരകപോത നീടന്നേവം രജയന്തി. മധുരം ഗായതി, മധുരമായി പാടുന്നു. ആര്? പികപോത. പികഹ എന്ന് പറഞ്ഞാല് കുയില്, പോത കുഞ്ഞ്. അപ്പൊ കുയിൽ കുഞ്ഞ് മധുരമായി പാടുന്നു. രുചിരം നൃത്യതി കേകിഗണ. കേകി എന്ന് പറഞ്ഞാല് മയില്, ഗണം എന്ന് പറഞ്ഞാല് കൂട്ടം. മയിലിന്റെ കൂട്ടം. രുചിരം എന്ന് പറഞ്ഞാല് മനോഹരമായി. അപ്പൊ മനോഹരമായിട്ട് മയിലിന്റെ കൂട്ടം നൃത്തം ചെയ്യുന്നു. കാക്ക ഹംസ കീരകപോത. കാക്ക കാക്ക, ഹംസം ഹരയന്നം, കീരകപോത കീരകം തത്ത, അപോദം പ്രാവ്. ഇവയൊക്കെ നീടന്നേവം രചയന്തി. നീടം എന്ന് പറഞ്ഞാല് കൂട്. കാക്കയും ഹരയന്നവും തത്തയും പ്രാവുമൊക്കെ അവര് കൂട് ഉണ്ടാക്കുന്നു. അടുത്ത സ്റ്റാൻസ് നോക്കാം. കുഹരേ നിവസതി ഖലു ശശകോ ഗൃഹേച്ച ശുനകോ മാർജാര സന്തതമേവം വയമിഹ സർവേ സാമോദം സഖി നിവസാമ. കുഹരേ, കുഹരേ എന്ന് പറഞ്ഞാല് മാളത്തില്, പോളില്. മാളത്തില് നിവസതി താമസിക്കുന്നു. ആര്? ശശകഹ, മുയല്. ശശകഹ ആരാണ്? മുയല്. അപ്പൊ മുയല് മാളത്തില് താമസിക്കുന്നു. ഗൃഹേച്ച ശുനകോ മാർജാര. മാർജാര പൂച്ച, ശുനകഹ നായ. അപ്പോ മാർജാരഹയും, അതായത് പൂച്ചയും നായയും വീട്ടില് താമസിക്കുന്നു. പിന്നോ സന്തതമേവം വയമിഹ സർവേ സാമോദം സഖി നിവസാമ. സഖി കൂട്ടുകാരി, ഇങ്ങനെ ഞങ്ങളെല്ലാവരും സാമോദം സന്തോഷത്തോടെ ഇവിടെ താമസിക്കുന്നു. ഇങ്ങനെ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെയാണ് ഇവിടെ താമസിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ കവിത വായിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്റ്റാൻസ് നോക്കാം. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേദം മമ നിലയം മാതാ താതാ സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. നോക്കൂ മൃദുലേ, എൻ്റെ വീട്, സുന്ദരമായിട്ടുള്ള എൻ്റെ വീട് നോക്കൂ. അമ്മ, അച്ഛൻ, 2 സഹോദരന്മാർ, അങ്ങനെ 5 പേര് ഇവിടെ താമസിക്കുന്നു. പിന്നോ അടുത്ത സ്റ്റാൻസ് നോക്കാം. പശ്യതു മാമകമുദ്യാനം വിവിധ സുമന്യ വിവിലസന്തി അശോക ചെമ്പകമന്ദാരാണ ലസന്തി നൂതന കുസുമാനി. എൻ്റെ ഉദ്യാനം നോക്കൂ, എൻ്റെ പൂന്തോട്ടം നോക്കൂ. വിവിധ തരത്തിലുള്ള പൂക്കൾ അവിടെ വിരിഞ്ഞു നിൽക്കുന്നു. അശോകത്തിന്റെയും ചെമ്പകത്തിന്റെയും മന്ദാരത്തിന്റെയൊക്കെ പുതിയ പൂക്കൾ അവിടെ വിരിഞ്ഞു നിൽക്കുന്നു. അടുത്ത സ്റ്റാൻസ് നോക്കാം. മധുരം ഗായതി പികപോത രുചിരം നൃത്യതി കേകിഗണ കാകാഹംസ കീരകപോത നീടന്യേവം രജയന്തി.
മധുരമായിട്ട് കുയിൽക്കുഞ്ഞു പാടുന്നു. മയിലുകളുടെ കൂട്ടം നല്ല മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നു. കാക്കയും അരയന്നവും തത്തയും പ്രാവും കൂടുകള് ഉണ്ടാക്കുന്നു എന്നാണ് ഈ സ്റ്റാൻസിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത സ്റ്റാൻസ് നോക്കാം. കുഹരേ നിവസതി ഖഗുശശകോ ഗൃഹീച്ച ശുനകോ മാർജാര സന്തതമേവം വയമിഹ സർവേ സാമോദം സഖി നിവസാമാം. കുഹരേ എന്ന് പറഞ്ഞാല് ഹോള്. മാളത്തിലാണ് മുയലുകള് മാളത്തിൽ താമസിക്കുന്നു. വീട്ടില് നായയും പൂച്ചയും താമസിക്കുന്നു. പിന്നോ ഇങ്ങനെ ഞങ്ങള് സന്തോഷത്തോടെ ഇവിടെ താമസിക്കുന്നു എന്നാണ് ആ കുട്ടി ആരോട് പറയാണ്? മൃദുലയെന്ന് പറയുന്ന അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.